നമസ്കാരം. എനിക്ക് കിട്ടിയതൊന്നും പോരാ ഗൈസ് എന്ന് നമ്മുടെ ശ്രീലേഖ മാഡം ശാസ്തമംഗലത്ത് നിന്നുകൊണ്ട് അങ്ങനെ വിളിച്ച് കൂവുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മുടെ ശ്രീലേഖ മാഡം അവസാനം ഒരു ചെറിയ മാടമൊക്കെ കണ്ടുപിടിച്ച കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ മാഡത്തിന്റെ ഓഫീസിനെ പറ്റി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. നമുക്കിപ്പോൾ മാഡത്തിന്റെ ആ ഓഫീസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് എഴുതിയത്: ഇന്നു മുതൽ സേവനം തുടങ്ങി. ഒരു മുറിയെന്ന് പറയാനാവില്ല, ചെറിയ ഒരിടം. ആത്മാർത്ഥതയുള്ള ഒരു ജനസേവികയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാം. ഇന്ന് ഉച്ചവരെ ഇവിടെ വന്ന 18 പേർ. അവരെ സഹായിച്ചതിൽ തൃപ്തി, അത് മതി എന്നാണ് പറഞ്ഞത്. അല്ല, ഈ മുറി മതി ഒരു സ്വയം സേവികയ്ക്ക് സേവനം ചെയ്യാൻ എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ശ്രീലേഖ മാഡം ഇങ്ങനെ കിടന്ന് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോ മൂപ്പത്തി മറ്റൊരു പോസ്റ്റ് കൂടി ഫേസ്ബുക്കിൽ ഇട്ടു. അതിങ്ങനെയായിരുന്നു: എന്റെ ഇത്തിരി പോകുന്ന കുഞ്ഞു ഓഫീസ് മുറി കഷ്ടിച്ച് 70-75 സ്ക്വയർ ഫീറ്റ്, പക്ഷെ ചുറ്റിലും ടൺ കണക്കിന് വേസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പൊ ആരാ ഭരിക്കുന്നത്? നമ്മുടെ BJP-ക്കാരല്ലേ? അവർക്ക് ഒരു തെറ്റിന്റെ പണി പോലെ ഉണ്ടല്ലോ. അവിടെ ടൺ കണക്കിന് വേസ്റ്റ് ആണെങ്കിൽ ആരാണ് ആ വേസ്റ്റിന് ഉത്തരവാദി? നിങ്ങളല്ലേ ഉത്തരവാദി. നിങ്ങൾ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടല്ലേ. അപ്പോ ഈ പറയുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് നേരെ തന്നെ എറിഞ്ഞ ചാണകമായി പോയെന്ന് പറയാതെ വയ്യ. ശ്രീലേഖ ഈ മുറിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ ഒരു അറിയാമല്ലോ തേഞ്ഞെട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ട്രോളന്മാർ എടുത്തത് ഇങ്ങനെ അമ്മാനാടിക്കൊണ്ടിരിക്കുകയാണ്. ആ അമ്മാനമാടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നത് മുഴുവൻ വലിയ അബദ്ധമായി മാറുകയാണ്. എന്തൊക്കെ മേളമായിരുന്നു. ജയിച്ചു കഴിഞ്ഞാൽ മേയറാക്കും, മുഖ്യമന്ത്രിയാക്കും എന്നൊക്കെ പറഞ്ഞ് കൊട്ടി ആഘോഷിച്ചു കൊണ്ടുപോയി നടന്നതാണ്. അവസാനം പവനായി ശവമായി എന്നൊക്കെ പറയുന്നത് പോലെ BJP അവിടെ കോർപ്പറേഷൻ പിടിച്ച ശേഷം കണ്ടം വഴി ഓടിച്ചു നമ്മുടെ ശ്രീലേഖ മാഡം ഇപ്പൊ വന്ന് വാർത്തയിലാണെങ്കിൽ ഇങ്ങനെ പല വിവാദങ്ങളിലൂടെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് കാണിച്ച പട്ടിഷോ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഇന്ന് ശാസ്തമംഗലത്തെ ഓഫീസിൽ നിന്ന് VK പ്രശാന്തിനെ ചവിട്ടി പുറത്താക്കാൻ നിങ്ങളെ കാണാൻ വരേണ്ടേ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളെ വിളിച്ച് അകത്തേക്ക് പോയതാണ്. പുലി പോലെ പോയ ശ്രീലേഖ പിന്നെ അവസാനം എലി പോലെ പുറത്തേക്ക് ഓടി വന്ന കാഴ്ച കണ്ടിട്ട് ആ ചിരി ഇപ്പോഴും നമ്മൾ ആരും എന്താ പറയാ മറന്നിട്ടില്ല. ഇപ്പോഴും ആ ചിരി അവസാനിച്ചിട്ടുമില്ല. ശ്രീലേഖ മാഡത്തെ കാണുമ്പോൾ ആ ഓട്ടമാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അവിടെ നിന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാം, ഞങ്ങളെ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്കൊരു അനിയനെ പോലെയാണ് നമ്മുടെ VK പ്രശാന്ത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഹാപ്പി ആയല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു ദശമൂലം ദാമു സ്റ്റൈലിൽ അവസാനം നമ്മുടെ ശ്രീലേഖ മാഡത്തെ ഇങ്ങനെ ഒരു പോയ പോക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഞാൻ അഭ്യർത്ഥിച്ചതേ ഉള്ളൂ. പ്രശാന്തിന് 3 മാസമോ 4 മാസമോ ഇരിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ പക്ഷേ ഇവിടെ എന്റെ ആളുകളും ഞാനും പക്ഷെ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. അത്രയും മാത്രം മതി. തീർന്നല്ലോ, ഹാപ്പി ആയില്ലേ എല്ലാവരും? ഇനിയും പോവാം. എന്നാലും എന്റെ പൊന്നു മാഡം നിങ്ങളെ സമ്മതിച്ചു തരണം. അതായത് ഒരു കൗൺസിലർ ആയപ്പോ തന്നെ എന്താണ് ധാർഷ്ട്യം, അഹങ്കാരം. അതായത് അവിടെ തന്നെ എനിക്ക് വേണം, ആ മുറി വേണം എന്ന വാശിയിൽ തന്നെയാണ് ശ്രീലേഖ നിലവിലുള്ളത്. എന്തിനാണ് അവിടെ തന്നെ മുറി വേണം എന്ന് വാശി പിടിക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ്. നമുക്കറിയാം VK പ്രശാന്ത് വട്ടിയൂർക്കാവ് MLA എന്ന നിലയിൽ നല്ല രീതിയിലുള്ള സേവനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു MLA ആണ്. മാത്രവുമല്ല, അദ്ദേഹത്തെ കാണാൻ എത്രയധികം ആളുകളാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ ആ ഒരു ഓഫീസ് വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ നൽകുന്ന ഉത്തരം സാധാരണക്കാരായിട്ടുള്ള പല ആളുകൾക്കും അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടിയെത്താൻ കഴിയും. വികലാംഗരായിട്ടുള്ള പല ആളുകളുമൊക്കെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. അവർക്ക് വേണ്ടി, അവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ആ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്തതാണ്. അപ്പോ ഇദ്ദേഹത്തെ ഏത് മുഖേനയും ഒന്ന് ഇകഴ്ത്തി കാണിക്കുക, ഇദ്ദേഹത്തിന്റെ മുഖം വികൃതമാക്കുക, ഇദ്ദേഹം എന്തുവാ അവിടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് കോർപ്പറേഷനെ പറ്റിച്ചാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുക. അതിനു വേണ്ടിയാണ് ശ്രീലേഖ മാഡമൊക്കെ ഇമ്മാതിരി കളി കളിക്കുന്നത്. മാഡത്തെ പൊക്കി പിടിച്ചുകൊണ്ട് മാഡം പറയുന്നതൊക്കെ ശരിയാണ് എന്ന രീതിയിൽ നമ്മുടെ ശബരിനാഥും രംഗത്തേക്ക് ഇറങ്ങിയത് ഏറെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വസ്തുതയാണെന്ന് പറയാതെ വയ്യ. അതായത് ഈ BJP-ക്കാർ എന്തിനാണ് ഇങ്ങനെ കോൺഗ്രസ് ചുമന്നു നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് മേയറായിട്ടുള്ള VV രാജേഷ് എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ BJP-ക്കാർ എന്ത് പറയുന്നു, അതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് നമ്മൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. ശബരിനാഥും പറയുന്നു, എന്ത് പറയുന്നു, എന്തിനാണ് ഇപ്പൊ അവിടെ പ്രവർത്തിക്കുന്ന എന്ന രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ്. നാണക്കേട് തോന്നുന്നു ശബരി നിങ്ങളെ ഓർത്തിട്ടെന്ന് പറയാതെ വയ്യ. നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ
സത്യത്തിൽ ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട് മുഴുവൻ വി കെ പ്രശാന്തിനൊപ്പം നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ ശബരിനാഥൻ? നിങ്ങൾ കാണുന്നില്ലേ ശ്രീലേഖ? നിങ്ങൾ കാണുന്നില്ലേ രാജേഷെ? എന്തായാലും ഈ മുറി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചില വസ്തുതകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു കോർപ്പറേഷൻ പിടിച്ചപ്പോൾ തന്നെ എന്താണ് അവരുടെ നിലപാട്? അതായത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും കൂടെ പാടില്ല, അവരെല്ലാവരും ഇവിടുന്ന് പോകണം, ഈ രാജ്യം വിട്ടേ പോകണം എന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അവരവരുടെ കോർപ്പറേഷൻ പിടിച്ചപ്പോൾ MLA-ക്ക് അവിടെ ഓഫീസ് പ്രവർത്തിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊന്നും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അവിടെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും നടപ്പാക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള തീട്ടൂരം എറിയുകയാണ് BJP. മാത്രവുമല്ല ഇപ്പം നഗരസഭ മേടിച്ചു കൊടുത്ത ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് വി രാജേഷ് പറയുന്നത്? വലിയ കളി കളിച്ചാൽ 113 ബസ് ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന്. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? സത്യത്തിൽ കുതിരയ്ക്ക് കൊമ്പ് കൊടുത്താലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഒരു കോർപ്പറേഷൻ കിട്ടിയപ്പോഴേ ഇങ്ങനെ തന്നെ, അതായത് ഒരു കോർപ്പറേഷൻ കിട്ടിയപ്പോൾ തന്നെ BJP-യുടെ അസഹിഷ്ണുതയും BJP-ക്ക് മറ്റുള്ള പാർട്ടിക്കാരോടുള്ള ഒരു അവർ വെച്ചു പുലർത്തുന്ന വിദ്വേഷവും ഒക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണ്. ഒരു പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ശൈലി, ഒരു രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊക്കെയാണ് നമുക്ക് BJP-യിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് നമ്മുടെ സുരേഷ് ഗോപി തമ്പ്രാനാണെങ്കിൽ ദാ ഇപ്പോ തിരുവനന്തപുരത്ത് നമ്മുടെ റാസാബ് VV രാജേഷും അതുപോലെ തന്നെ റാസാത്തി ഈ പറയുന്ന ശ്രീലേഖയും ഒക്കെ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് തന്നെ അപമാനമെന്ന് പറയാതെ വയ്യ. ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ആ നഗരസഭ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, അതായത് LDF ഭരിക്കുന്ന സമയത്ത്, LDF-ന്റെ കയ്യിലായിരുന്ന സമയത്ത് ആ കോർപ്പറേഷൻ നേടിയിട്ടുള്ള വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ, ഇതൊക്കെ നമുക്ക് തിരസ്കരിക്കാൻ കഴിയുമോ? അതായത് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ആ ഒരു നഗരസഭ നേടിയെടുത്തിട്ടുണ്ട്. ആര്യ രാജേന്ദ്രനിലൂടെ തന്നെയാണ് അതൊക്കെ നേടിയെടുത്തിട്ടുള്ളത്. പിന്നെ ഈ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി LDF-ന് സംഭവിച്ചിട്ടുണ്ട്, എല്ലായിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് വസ്തുതകൾ ഇല്ലാതാകുമോ? നേട്ടങ്ങൾ ഇല്ലാതാകുമോ? വികസനങ്ങൾ ഇല്ലാതാകുമോ? കൺമുമ്പിലില്ലേ വികസനം, നഗരസഭ ചെയ്തിട്ടുള്ള വികസനങ്ങൾ? അപ്പോ അതൊന്നും ഈ പറയുന്നത് പോലെ ചർച്ച ചെയ്യാതെ ഇത്തരം ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി നഗരസഭയില് കെട്ടുകാര്യസ്ഥതയും അഴിമതിയുമാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി BJP ചില കുപ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിന് ചൂട്ടുപിടിച്ച് നടക്കുന്ന കോൺഗ്രസെ നിങ്ങൾ നാളെ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. പിന്നെ കോൺഗ്രസ് ഇങ്ങനെ ചൂട്ടുപിടിച്ച് നടക്കുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല കേട്ടോ. നമുക്കറിയാമല്ലോ, കോൺഗ്രസ് വിട്ടാൽ പിന്നെ നേതാക്കന്മാരുടെ താവളം എന്ന് പറയുന്നത് BJP ആണ്. മുൻ മന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിയുടെ മക്കൾ, അങ്ങനെ എല്ലാവരും തന്നെ അവസാനം ഒഴുകിയെത്തുന്നത് ഈ ചാണകക്കുഴി തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. തിരുവനന്തപുരത്ത് MP ഉണ്ടല്ലോ, മൂപ്പർ 24 മണിക്കൂറും മോദി സ്തുതി പാടിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ കുറെ കൂട്ടങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനൊപ്പം ഉള്ളത്. ഈ കൂട്ടങ്ങളെല്ലാവരും കൂടി ചേരുന്ന ഒരു സംഗമ വേദിയായി BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രീലേഖ മാഡമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. ഈ കൗൺസിലർ സ്ഥാനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ഒന്നും അല്ല കേട്ടോ. ഈ കൗൺസിലർ സ്ഥാനം എന്ന് പറയുന്നത് വലിയ എന്തോ പട്ടമൊന്നും അല്ല കേട്ടോ. ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പണി മാത്രമാണ്. ജനങ്ങളാണ് രാജാവ്, ജനങ്ങളുടെ വെറും പണിക്കാര് മാത്രമാണ് നിങ്ങൾ എന്നുള്ള കാര്യം മറന്നുപോകരുത്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ വിമർശിക്കാനും നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളെയും കോമാളിത്തരത്തിനെയും ഒക്കെ വിരൽ ചൂണ്ടി വിമർശിക്കാനും ഒക്കെ അധികാരമുള്ള ജനങ്ങളുടെ വെറും സർവന്റ്, വെറും തൊഴിലാളികൾ, വെറും പണിക്കാർ മാത്രമാണ് നിങ്ങളെന്ന് മറന്നു പോകരുത്. അവർക്ക് മുകളിലാണ് ഞങ്ങൾ എന്ന തോന്നല് VV രാജേഷിനും ആശയ്ക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ശ്രീലേഖയ്ക്കും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ. ആ നഗരസഭ ഇപ്പോ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോ എന്തോ മല മറയ്ക്കും, ഈ കേരളം മുഴുവൻ പിടിക്കും എന്നൊക്കെ നിങ്ങൾ പുലമ്പിക്കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഇത് കിട്ടിയപ്പോ തന്നെ ജനങ്ങൾ മടുത്തിട്ടുണ്ട്. ഒരു കണക്കിന് നന്നായി. നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആഹാരമാണെന്നും നിങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ ഈ ഒരു ഭരണം ഒരുപാട് ജനങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനിയിപ്പോ നാളെ ഒന്നുകൂടി പോയി നോക്കിയോ VK പ്രശാന്തിന്റെ ഓഫീസിൽ ഒന്ന് ഒഴിപ്പിക്കാൻ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ചെന്ന് വാർത്തകളിൽ ഇടം നേടിയാണെങ്കിലും മേയർ ആകാൻ കഴിയാത്തതിന്റെ ആ ഒരു സങ്കടം എന്തായാലും അങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.